മിശിഹായിൽ പറയുന്നതുപോലെ വിവാഹ ജീവിതത്തിൻ്റെ ധന്യതയെപ്പറ്റി, ശ്രേഷ്ഠതയെപ്പറ്റി വളരെ വ്യക്തവുമായി ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. വിവാഹം ദൈവത്താൽ സ്ഥാപിതമാണെന്ന്, ദൈവമാണ് ശ്രീപുരുഷന്മാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന്, അവർ ഒറ്റ ശരീരമായിട്ട് ജീവിക്കേണ്ടവരാണ് എന്ന്, അവരെ തമ്മിൽ വേർപിരിയരുത് മരണം വരെ. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു കൊലപാതകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയാൻ പത്രത്തിൽ അഖില എന്ന് പറയുന്ന ഒരു യുവതി 35 വയസ്സ് ലോഡ്ജിൽ കൊല ചെയ്തു. അവളും അവളുടെ പുരുഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്തും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുത്തതാണ്. അവരിടയ്ക്കിടയ്ക്ക് ഈ ലോഡ്ജിൽ വന്ന് മുറിയെടുക്കാറുണ്ട്. അന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി, കലഹമുണ്ടായി. അവൻ ഷാള് കഴുത്തിൽ മുറുക്കി അവളെ കൊന്നു. ഇതാണ് പത്രത്തിൽ വന്ന വാർത്ത. ടി വിയിലൊക്കെ ഉണ്ടായി കാണാം. ഞാൻ ടി വി അങ്ങനെ കാണാറില്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്. ഞാൻ ഈ വാർത്തയുടെ ചൂടുപിടിച്ച് 1-2 വാർത്തയും കൂടി ഞാൻ പറ്റി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് ഈ ലിവിങ് ടുഗദർ? അതായത് കല്യാണം കഴിക്കാതെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ ലിവിങ് ടുഗദർ. കല്യാണം എന്നൊക്കെ പറയുന്നത് എന്താണ്? കുട്ടികളാണ്, കുടുംബമാണ്, പ്രാരാബ്ധം. കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നമുക്ക് വിഷമം ചിലപ്പോൾ ഉണ്ടാക്കുക. എന്നാൽ ആ വ്യക്തിയോടൊക്കെ വിശ്വസ്ത പുലർത്തി ഇങ്ങനെ മരണം വരെയൊക്കെ ജീവിക്കുക. എന്താ ഈ പറയുന്നത്? ഈ പുതിയ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് അത് അത്ര രുചിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ പുതിയ പുതിയ മാർഗങ്ങൾ നേടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിവിങ് ടുഗദർ ഒക്കെ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ആഴത്തിൽ നമ്മളത് ചിന്തിച്ചാൽ കുടുംബത്തെ അടിത്തറ തോണ്ടുന്ന ഒരു സമ്പ്രദായമാണ് ഈ ലിവിങ് ടുഗദർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു കുഞ്ഞ് കുടുംബത്തിൽ ജനിച്ചു വളരുമ്പോൾ അല്ലേ, ആ ദമ്പതികളുടെ സ്നേഹത്തിൻ്റെ ആ പങ്കുവയ്ക്കലിൻ്റെ ഫലമായിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞ് അവിടെ സ്വതന്ത്രയായിട്ട് വളരുന്നത് ആ ദമ്പതികളുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണയിലാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത് അല്ലേ. ആ കുഞ്ഞാണ് പിന്നീട് അപ്പനായിട്ട് അമ്മയായിട്ടൊക്കെ മാറുക കേട്ടോ. അപ്പൊ ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹത്തിന്റെ സംരക്ഷണം ആ കുഞ്ഞിന് കിട്ടുന്ന എവിടെ നിന്നാണ്? ഈ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പൊ ഈ മാതാപിതാക്കള് പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത് കണ്ടോ. അതാണ് ഞാൻ പറയുന്നത്, കുടുംബങ്ങളുടെ അടിത്തറ തോണ്ടുന്ന ഒരു ഏർപ്പാടാണ് ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പലതരത്തിലുള്ള ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടാകും. അതൊന്നും എനിക്ക് വിഷയമല്ല. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ലിവിങ് ടുഗദറിനെ ഞാൻ കാണുക. ഞാൻ അതിനെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ കടമയോട് ഞാൻ ചെയ്യുക. വിവാഹ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മളെ ഏൽപ്പിച്ച വലിയൊരു നിധിയാണ്. കുടുംബങ്ങളുടെ അടിത്തറ അത് വിവാഹത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം അത് ഉദാശയായിട്ട് ഉയർത്തിയത്. എന്നാൽ ഈ വിവാഹ ജീവിതത്തെ വില കുറഞ്ഞ് കാണാനുള്ള പ്രലോഭനം ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രലോഭനത്തിന്റെ പ്രലോഭനമാണ്. ഏദൻ തോട്ടത്തിൽ പിശാച് ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത്. ഹവ്വയോട് പിശാച് ചോദിക്കുകയാണ്, ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഉവ്വ്, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തില് ഈ ദമ്പതികളോട് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരോട്, വിവാഹിതരായ ആളുകളോട് ഒക്കെ ഈ ചോദിക്കുന്ന ഒരു പിശാച് ഏതാണ്? ഏതെങ്കിലും ഈ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്, ഏതെങ്കിലും കാര്യം ചെയ്യരുത് എന്നുള്ളതുണ്ടോ വിവാഹ ജീവിതത്തിൽ? ഏതെങ്കിലും കാര്യം വിവാഹ ജീവിതത്തിൽ നിശ്ചിതമായിട്ടുണ്ടോ? ഉണ്ട്. അത് അവിശ്വസ്തത കാണിക്കരുത് എന്നുള്ളതാണ്. അവിശ്വസ്തത കാണി. അങ്ങനെ നീ ജീവിക്കുമ്പോൾ എന്താ നിന്റെ പ്രശ്നം? നീ ഒരു വ്യക്തിയിൽ ഒതുങ്ങി പോകുന്നു. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേഖലകൾ വിശാലമാണ്. അപ്പൊ
അപ്പൊ നീ അവിശ്വസ്ത കാണിക്കരുത് എന്നൊക്കെ ചിന്തിച്ച് നീ ആ ഒതിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ സ്വാതന്ത്ര്യം നീ ഒരു വ്യക്തിക്ക് അടിയറ വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. നോക്കി വിശാലമല്ല ഈ ലോകം. നിന്റെ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കണോ, കുരുക്കിയിടണോ? ഇങ്ങനെയുള്ള ചിന്താഗതികൾ ശക്തിപ്പെടുകയാണ്. അതിനെ പറയുന്നത് പിശാച് ഇന്നും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവരെ. അപ്പൊ ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ഇതൊക്കെ തുടക്കമാണ്. സംഭവിക്കാൻ പോകുന്നത് ഇതിലപ്പുറം ഭയാനകമായ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതങ്ങളെ പരിശോധിക്കാനും കാണാനും നമുക്ക് കഴിയണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ പിശാച് നയിക്കുന്ന വിഡ്ഢികളായ വ്യക്തികളായിട്ട് നമ്മൾ മാറും. നശിപ്പിൻ്റെ നാശത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറും. ഞാൻ കുറച്ച് നാൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. അവിടെ ഒരു 2 വർഷം ഞാൻ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട്, കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതൊരു ബാംഗ്ലൂർ സെക്കുലർ കോളേജിലാണ് പഠിക്കേണ്ടി വന്നത്. അപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് എം എസ് പഠിക്കാൻ വന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ഹയർ കോഴ്സുകളും പഠിക്കാൻ വന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലരൊക്കെ പറയുന്ന കാര്യം, ഇത് എൻ്റെ 3ാമത്തെ ലിവിംഗ് ടുഗദറാണ്, ഇത് എൻ്റെ 5ാമത്തെ ലിവിംഗ് ടുഗദറാണ്, ഇത് എൻ്റെ 8ാമത്തെ. നോക്ക്, വന്നിട്ട് 1-2 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2-3 പേരെ മാറി, 5 പേരെ മാറി, 8 പേരെ മാറി. കണ്ടോ, ഇതാണ് അവസ്ഥ. അതിനകത്ത് യാതൊരു മനസ്സാക്ഷിക്കടിയും ഇവർക്ക് പലർക്കും ഇല്ല എന്നുള്ളത് പ്രിയമുള്ളവരെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയാൻ കാരണം? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്താണ്? ലക്ഷ്യം മറന്നു പോകരുത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ജനനത്തിൽ തന്നെ ദൈവം അവന് നിത്യരക്ഷ അവനില് ദൈവം എന്താണ് ആലേഖനം ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോട് കർത്താവ് കരുണയോടുകൂടി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മകളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത് കേട്ടോ. ഇതാണ് പറയുന്നത്. മകളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. അവിടെ അനുഭവിച്ച ആനന്ദം എന്താണ്? അവിടെ അനുഭവിച്ച സന്തോഷം എന്താണ്? സ്വർഗരാജ്യത്തിന്റെ അനുഭവം, ഉന്നാസ്വാദനം അവളുടെ ഹൃദയത്തിനുള്ളിൽ അവൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? കാരണം അവിടുത്തെ വചനങ്ങൾക്ക് മാറ്റമില്ല. അവിടുത്തെ വചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനോടുള്ള കാരുണ്യം കൊണ്ടാണ്. പാപത്തിന് അടിപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ തന്റെ കുരിശുമരണം വഴി രക്ഷിക്കാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമുക്ക് കൽപ്പനകൾ നൽകി. ആ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ദൈവം വിഭാവനം ചെയ്ത ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് നമുക്ക് അറിയണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ലക്ഷ്യം മറക്കരുത്. വില കുറഞ്ഞ ചില നൈമിഷിക സന്തോഷങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ദൈവിക ജീവനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആത്മാവാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ നരകത്തിന്റെ സന്തതികളായിട്ട് മാറുകയാണ്. 1-2 വചനങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചിന്തയ്ക്ക് വിഷയമായ 2 വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലേഖനം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ലേഖനത്തിൽ പറയുകയാണ്, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിൽ പല തിയറികളും വരും. ഈ ലോകത്തിൽ പല ആറ്റിറ്റ്യൂഡുകളും വരും. സുപ്രീം കോടതി പോലും ഇന്ന് അനുവദിക്കുന്നുണ്ട് എന്ത്? വിവാഹ ജീവിതത്തിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള പങ്കാളികളോടൊപ്പം ജീവിക്കാനായിട്ട്. സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ പ്രതിബദ്ധത കാണിക്കേണ്ടതെന്നാണ് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി പോലും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ദൈവവചനത്താൽ പ്രേരിതരായി വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ. അത് മനസ്സിലാക്കുക. അപ്പോൾ ദൈവം പറയുന്നു, ഇതാണ് നിങ്ങൾ ഈ ലോകത്തിൽ അനുകൂലരാകരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും.
മനസ്സിൻ്റെ നവീകരണം, സുവിശേഷം വായിക്കുക, ദൈവവചനം വായിക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ നവീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടുതൽ തീവ്രമായിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം എന്നാണ് ഞാൻ പറയുക. ഒരു വചനം കൂടി ഇത്തരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. 1 തെസ്സലോനിക്ക 4-ാം പ്രകാരം പറയുകയാണ്, സഹോദരരെ, വീണ്ടും ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയും യാചിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ച പോലെ ജീവിച്ചു പോരുന്നല്ലോ. ഇതിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. കർത്താവായ യേശുവിലൂടെ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത ജനതകളെ പോലെ നിങ്ങൾ കാമാസക്തിയിലായിരിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സ്വന്തം സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം ശിക്ഷ നൽകുന്നവരാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യരെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം സത്യമായ കാര്യമാണ് നമ്മളോട് പറയുക. ആകാശം ഭൂമി കടന്നു പോകും, പക്ഷേ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല. ഈ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളും കടന്നു പോകില്ല. അവർ മരിക്കും, പക്ഷേ ആ മരണം അവർക്ക് പുതിയൊരു ജനനമായിരിക്കും, ദൈവരാജ്യത്തിലുള്ള പുതിയൊരു ജനനം. ഒരു നിമിഷം കണ്ണുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു, അങ്ങ് ലോകത്തിന് വെളിച്ചമായി വന്നു. ഈ ലോകം അന്ധകാരത്തിലാണ്. അന്ധകാര ശക്തികൾ ധാരാളം ലോകത്ത് പ്രവർത്തിക്കുന്നു. മനുഷ്യ മനസ്സുകൾ വഴി പിഴപ്പിച്ചുകൊണ്ട് നരകസന്ധതികളായിട്ട് മാറ്റുമ്പോൾ ഈ സുവിശേഷത്തിന് വെളിച്ചം ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഈ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് അങ്ങയുടെ മക്കളായി ജീവിച്ച് നിത്യസൗഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് വിവേകികളായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവായ ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും